ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പുരുഷന് ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ ആ ഒരു പെൺകുട്ടീനെ ഉള്ളിൽ പ്രണയിക്കുകയാണ് എങ്കിൽ, ഈ ഒരു വ്യക്തി പുറമേ കാണിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്, അതായത് സൈനുകൾ നോക്കാം. ഒരു പെൺകുട്ടീനെ പ്രണയിക്കുന്ന പുരുഷൻ കാണിക്കുന്ന സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഒരു പുരുഷന് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു വ്യക്തി അറിയാതെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ മുടിയിലൊക്കെ ഒന്ന് സ്പർശിക്കും. ഇത് എക്സ്ട്രീം ലെവൽ ഓഫ് സ്നേഹം, അല്ലെങ്കിൽ അത്രമാത്രം ഒരു സ്നേഹം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്പർശിക്കുന്നത്. പിന്നെ കുറച്ചൊന്ന് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കും മുടിയൊക്കെ എടുത്ത്, അതായത് ഇപ്പോൾ കാറ്റത്തൊക്കെ മുടിയൊക്കെ അഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ബാക്കിലേക്ക് എടുത്തിടും, ചെവിയുടെ പിറകിലേക്ക് കയറ്റി വെക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തി ചെയ്യുന്നു എങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് അത്രമാത്രം ആ ഒരു പെൺകുട്ടിന് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പുരുഷന് ഒരു പെൺകുട്ടിയോടൊരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ക്രഷായിട്ട് ഒരു പെൺകുട്ടീനെ കൊണ്ടു നടക്കുകയാണ് ഉള്ളിൽ. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി അറിയാതെയെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഒരു പെൺകുട്ടിയുടെ ചെവിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം രഹസ്യം പറയും. ഇത് ആ ഒരു വ്യക്തി പോലും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉള്ളിൽ ആ ഒരു പെൺകുട്ടിയുള്ളൊരു ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ട് നിങ്ങളുടെ ചെവിയിൽ മാത്രമായിട്ട് രഹസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അവരുടെ ഉള്ളിലുള്ളൊരു സ്നേഹമാണ് അവർ പോലും അറിയാതെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഇതായൊരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പുരുഷന് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുമ്പോൾ മാത്രം അവൻ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവൻ്റെ പുരുകം ഇങ്ങനെ പൊക്കി പൊക്കി സംസാരിക്കും. അതായത് ഐബ്രോസ് ഒക്കെ അറിയാതെ തന്നെ റേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പോലും ഇത് അറിയുന്നില്ല. ഇങ്ങനെ പുരുക്കമൊക്കെ പൊങ്ങുന്ന കാര്യമൊന്നും ഈ ഒരു വ്യക്തി അറിയുന്ന പോലുമില്ല. ഓപ്പോസിറ്റ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് ആ ഒരു സന്തോഷം അതുകൊണ്ട് അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പുരുക്കമൊക്കെ പൊക്കിയിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി പുരുകമൊക്കെ പൊക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർപ്പിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരാൺകുട്ടി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നു എങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് ബാക്കിയുള്ള അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും. ഈ സെയിം കാര്യം തന്നെ ഗേൾസും ചെയ്യാറുണ്ട്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യും. ഇതേപോലെ തന്നെയാണ് ബോയ്സും. ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു പെൺകുട്ടി അവനെ നോക്കണം. ഇതിനു വേണ്ടിയിട്ട് അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്നും അവൻ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളവരോട് സംസാരിക്കും. അതേപോലെ തന്നെ ബാക്കി കുഞ്ഞു 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 കുസൃതികളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അവൻ പോലും അറിയാതെ അവൻ ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരാൺകുട്ടി നിങ്ങളുടെ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുസൃതി കാര്യങ്ങൾ, അതായത് നിങ്ങൾ തലയിൽ കെട്ടിയേക്കുന്ന ഇപ്പോൾ ഹെയർ ക്ലിപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ ഊരിക്കളയുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് മാത്രം ചെയ്യുന്നു എങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. കാരണം ആ ഒരു വ്യക്തി നിങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് അത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ എപ്പോഴും അവളെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ നേരെയായിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത് തുടങ്ങി എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങളുടെ സൈഡിലേക്ക് നോക്കും, അല്ലെങ്കിൽ തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ ഡെസ്കിൽ വെച്ചിട്ട് കിടന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഇത്തരത്തിൽ ഒരു വ്യക്തി എപ്പോഴും നിങ്ങൾ തന്നെ നോക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് അത്രമാത്രം ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ട കൂടുതൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അഞ്ചാമത്തെ ഒരു സൈന്. അപ്പോൾ ഒരാൺകുട്ടിക്ക് നിങ്ങളോട്
ഒരിഷ്ടം തോന്നിക്കഴിയുമ്പോൾ പുറമേ അവൻ പോലും അറിയാതെ കാണിക്കുന്ന ഒരു 5 സൈനുകളെ കുറിച്ചിട്ടാണ് ഇതാ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.